വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് അടുത്ത വാർത്ത എന്ന് പറഞ്ഞാൽ സെൻകോം ആണ്, സെൻട്രൽ കമാൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യുഎസിന്റെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ആണ്. ഇവര് ഹൂത്തികൾക്കുള്ളിൽ വെനസ്ഡേ പുലർച്ചെ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സെവറൽ മൾട്ടിപ്പിൾ അറ്റാക്സ് ആണ്. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് ബേസിലാണ് അവർക്ക് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ റെഡ് സീയിലേക്ക് വരുന്ന ആക്രമണം, അതേപോലെ യുഎസിന്റെ ഷിപ്പുകൾക്ക് നേരെ വരുന്ന ആക്രമണം, മെർച്ചന്റ് വെസൽസിനെതിരെ നടത്തുന്ന ആക്രമണം, അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണം, ഇതിനെല്ലാം ചൊല്ലിയിട്ട് തന്നെയാണ് പോയി ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം അമേരിക്ക വിട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇനിയും മിസൈൽ വർഷിപ്പ് തുടരുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ, അതായത് ഈ ഒരു മൊമെന്റ് വരെ ഹൂത്തികൾ 200 മിസൈലുകൾ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് വിട്ടിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ അത് വേറെ. ഇസ്രായേൽ അവിടെ ഇപ്പോഴും ഇസ്രായേലിട്ട് തന്നെ നിൽപ്പുണ്ട്. അതാണ് ഇതിലെല്ലാം നമ്മൾ നോക്കി കാണേണ്ടത്. ഇവർ 200 മിസൈൽ വിട്ടിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 1 or 2 താഴെ വീണെന്നല്ലാണ്ട് ഒരു രീതിയിലുള്ള നഷ്ടങ്ങളും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 200 മിസൈലിന്റെ ഒരു ഫിനാൻഷ്യൽ ലോസ് ഹൂത്തിക്ക് എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത് കൂടാതെ USA, അത് അമേരിക്ക F-15 അതുപോലെ IDF F-35 വെച്ചിട്ട് എങ്ങനെ ലോങ് റീച്ചിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള കൺട്രീസിനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്രാക്ടീസ് ആണ് അവർ കൃത്യമായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ ഹൂത്തികളുടെ മേളിൽ നടത്തിയ അറ്റാക്കിൽ അണ്ടർഗ്രൗണ്ട് ടണൽസ് കൃത്യമായി അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് റെഡ് സീയുടെ മേളിൽ ഉള്ള ഡോമിനൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അറ്റാക്കുകളാണ് USA തെരഞ്ഞു പിടിച്ച് എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അവസാനത്തെ അറ്റാക്ക് അല്ല, ഇത് ഇനിയും തുടരും എന്നാണ് ഈ ഒരു സെൻകോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് അഡ്വാൻസ്ഡ് മിസൈൽ സ്റ്റോറേജ് റൂം, അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. മിസൈൽ സ്റ്റോറേജ് യൂണിറ്റ് ഇതിനകത്ത് ഒരു യൂണിറ്റ് വളരെ കൃത്യമായിട്ട് അവർ തകർത്ത് കളഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. IDF സൗത്ത് ലെബനാനിൽ നിന്ന് ഏതാണ്ട് 200 മോട്ടോർ ഷെല്ലുകൾ, അതേപോലെ ലോഡഡ് റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഏതാണ്ട് ഷോർട്ട് ഡേയ്സിൽ അവിടെ നിന്ന് പിൻവാങ്ങണം, ലെബനാൻ അതിശക്തമായ രീതിയിൽ IDF പിന്നോട്ട് പോകണം, ലെബനാനിൽ നിന്ന് ട്രൂപ്പ് വിഡ്രോവൽ ചെയ്യണം എന്നുള്ള രീതിയിൽ ലെബനാൻ പ്രഷർ ഇടുമ്പോഴും ഓരോ ദിവസവും അവിടെ നിന്ന് പുതിയതായിട്ട് സാധനങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ IDF ഒരിക്കലും ലെബനാനിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഏർപ്പാട് ഉടനെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത് തുടർച്ചയായിട്ട് അത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ആയത്തുള്ള ഖമൈനിയും അതുപോലെ ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ സുഡാനിയും കൂടെ സുഡാനി ഇറാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ സംസാരിച്ചപ്പോഴത്തേക്കും ആയത്തുള്ള ഖമൈനി പറഞ്ഞിരിക്കുന്നത് US-ന്റെ മിലിറ്ററി ബേസ് അവിടെ നിന്ന് ഒഴിവാക്കണം, US-ന്റെ സാന്നിധ്യം ഇനി ഇറാഖിൽ പാടില്ല, അതിന് പകരം ഇറാഖിന്റെ മിലീഷ്യാസ് അഥവാ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന ഇറാഖി മിലീഷ്യാസ് ഉണ്ട്, അവരുടെ ഒരു ടീമും അതുപോലെ ഇറാന്റെ ഒരു IRGCയുടെ ടീമും കൂടെ അവിടെ സെറ്റ് ആക്കുക എന്നാണ് ആയത്തുള്ള ഖമൈനി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? സിറിയയിൽ നിന്ന് മൊത്തത്തിൽ ഒഴിവായി, ഇനി ആ മേഖലയിൽ ഒരു ഡോമിനേഷൻ ഇല്ല, ആ മേഖലയിൽ ഒരു വാച്ച് ഡോഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇറാഖിൽ ഒന്ന് സ്ഥാപിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് കാരണം ഞാൻ സിറിയയിൽ നിന്ന് സിറിയയെ മൊത്തത്തിൽ നശിപ്പിച്ചു, ഇനി ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഇനി ഞാൻ ഇറാഖിലും കൂടെ വന്ന് ഇറാഖിനെയും കൂടെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചേക്കാം. ആ രീതിയിലുള്ള ഒരു തീരുമാനവും അഡ്വൈസും ഉപദേശവുമാണ് ഖമനയുടെ സൈഡിൽ നിന്ന് പോയിരിക്കുന്നത്. ഇറാഖ് ഇതിന് യെസ് എന്നോ അതേന്നോ ഇല്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇറാഖ് സുഡാനി കൃത്യമായിട്ട് വായും അടച്ചു വെച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അയാൾക്ക് ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇസ്രായേലിനെതിരെ തന്നെ നടപടിയെടുക്കാൻ തുനിയാത്തത്. അയാൾ ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് വിട്ട ആളാണ്. നമ്മുടെ ആകാശപാത ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണവും പാടില്ല എന്ന് പറഞ്ഞത്. ആ രീതിയിൽ അയാൾ തന്നെ 50-50 ആയിട്ട് സ്റ്റാൻഡ് എടുത്ത് കൃത്യമായിട്ട് ഡിപ്ലോമസി കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ സുഡാനിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ US-ന് അവിടെ നിന്ന് ട്രൂപ്പ് എടുത്തുകൊണ്ട് പോകണം എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഈ സുഡാനിക്കില്ല. കാരണം അങ്ങനെ എടുത്തുകൊണ്ട് പോകാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ എപ്പം തുർക്കി കയറി അവിടെ മൊത്തത്തിൽ കൈയടക്കിന്ന് കേട്ടാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ ഈ ഖമനയുടെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. നതാൻസ് എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ സ്പോട്ട്, ആ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി, ന്യൂക്ലിയർ റിസർച്ച് ഫെസിലിറ്റി, നതാൻസ് എന്ന് പറയുന്ന ആ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും എന്നുള്ളൊരു പേടി, അതുകൊണ്ടാണ് അവിടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റിയൽ ടൈം ഫോട്ടോയാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ഇറാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഡിഫൻസ് സിസ്റ്റം ശരിയാക്കിയിരിക്കുന്നു. അവർ ഡിഫൻസ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം അവിടെ ന്യൂക്ലിയർ ഫെസിലിറ്റി അവർ അവിടെ റൺ ചെയ്യാണ്. അപ്പൊ ആ ന്യൂക്ലിയർ ഫെസിലിറ്റി റൺ ചെയ്യുന്ന സ്ഥിതിക്ക് അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ചുമതല അയാൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തുടരെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയുണ്ട്. അത് ഏത് നേരത്തും ചിലപ്പം USA അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു രഹസ്യ നീക്കം അല്ലെങ്കിൽ ഒരു രഹസ്യ ആക്രമണം ഒരുപക്ഷെ നടത്തപ്പെട്ടേക്കാം. കാരണം സിറിയയിൽ ഒരു ആക്രമണം അയാൾ കണ്ടതാണല്ലോ. അവരുടെ 16 മുറികളുള്ള ഏതാണ്ട് 200 മുതൽ 400 അടി താഴ്ചയിൽ വെച്ചിരുന്ന ഭൂഗർഭത്തിൽ പോയിട്ട് ഇസ്രായേൽ വെടിതീർത്തിട്ട് വന്നൊരു ഏർപ്പാടാണ് നമ്മൾ കണ്ടത്.
അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി ഇതെല്ലാം കണ്ട് വിറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു നിലപാട്, ഒരു അറ്റ്ലീസ്റ്റ് നമ്മളൊരു ഡിഫൻസ് സിസ്റ്റം ഇവിടെ വെച്ചേക്കാം, അഥവാ ഇനിയിപ്പോൾ എയർ സ്ട്രൈക്ക് നടത്തുന്നെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്നുള്ള രീതിയിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം ആ ഡിഫൻസ് സിസ്റ്റം എങ്ങനെ അതിനെ കൺഫ്യൂസ് ചെയ്യണം എന്നുള്ളത്. മസൂദ് പെസസ്കിയാൻ, അതായത് ഇറാന്റെ പ്രസിഡന്റ്, പുള്ളി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള യാതൊരുവിധ ചിന്തയും ഇപ്പൊ ഇതിനകത്ത് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ആ രീതിയിൽ ഒന്നും മുന്നോട്ട് പോകുന്ന ആൾക്കാരല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ഒരു സൈഡിൽ ഖമനേയി ഭയങ്കര വീരവാദം പറയുമ്പോഴും ഒരു സൈഡിൽ പെസസ്കിയാൻ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയില്ല, ഞങ്ങൾ ഇങ്ങനെയില്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ അടിക്കരുത്, ആ രീതിയിലുള്ള ഒരു ഇരവാദം മുഴക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ഏർപ്പാടായിട്ടാണ് നമുക്ക് കാണുന്നത്. ഒരു പോസിറ്റീവ്, ഒരു നെഗറ്റീവ്, ആ രീതിയിലാണ് എപ്പോഴും ഇവരുടെ സ്റ്റേറ്റ്മെന്റ് വരിക വെളിയിൽ. ട്രംപിന്റെ അടുത്ത് ഇന്നൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതായത് നിങ്ങൾ ഇറാന്റെ മേളിൽ ഒരു ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്, അങ്ങനെ ഒരു പ്ലാൻ, പദ്ധതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന് ട്രംപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മണ്ടനല്ല, എന്റെ അടുത്ത് ഇമാതിരിയുള്ള ചോദ്യം കൊണ്ട് വരണ്ട, കാരണം മിലിറ്ററിയുടെ സ്ട്രാറ്റജിയൊക്കെ എടുത്ത് വെളിയിൽ പറയാൻ മാത്രം മണ്ടനല്ല ഞാൻ, അതുകൊണ്ട് ഈ ഒരു ചോദ്യം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ ഒരു മാധ്യമ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്തുകൂടെയാണ് ചെയ്തത്. പിന്നെ ഇറാനിൽ നിന്നും ആ ഒരു ജേർണലിസ്റ്റ്, സിസിലിയ സല എന്ന് പറഞ്ഞ ആ ഒരു ജേർണലിസ്റ്റ് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അവര് ഇന്നലെ തന്നെ വീട്ടിൽ എത്തി എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത് റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇറാൻ ചോദിച്ചിരുന്ന ആ ഒരു കാൻഡിഡേറ്റ്, അതായത് ഈ ഒരു ജോർദാന്റെ ഭാഗത്ത് 3 അമേരിക്കൻ ബറ്റാലിയൻസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഡ്രോൺ ടെക്നോളജി നൽകിയ ആ ഒരു അദനേയി എന്ന് പറഞ്ഞ ആ ഒരു ഇറാനിയെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇറ്റലിയിൽ. അതിന്റെ ഡീറ്റൻഷൻ പ്രോസസ്, അതായത് അതിന്റെ എക്സ്ട്രാഡിഷൻ ടു USA, അത് ആ ഇറ്റലിയിൽ നിന്നും അയാളെ അമേരിക്കയിലോട്ട് എക്സ്ട്രാഡിറ്റ് ചെയ്യുന്ന പ്രവർത്തനം തടഞ്ഞു വെക്കാനാണ്, ഇപ്പൊ ഹെൽഡ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ട്രംപ്. അപ്പം ആ ഒരു കണ്ടീഷന്റെ പേരിലാണ് ഈ ലേഡിയെ ഇപ്പൊ ഇവര് ഇറാൻ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ തുറന്നു വിട്ടാൽ തന്നെയും പ്രശ്നമൊന്നുമില്ല, അയാളെ തുറന്നു വിട്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഭാഗികമായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്, അതിന്റെ കൺഫർമേഷൻ വന്നിട്ടില്ല. തുറന്നു വിട്ടാൽ തന്നെയും അമേരിക്ക കൃത്യമായിട്ട് അവന് പണി കൊടുക്കും, ഏതെങ്കിലും ഒരു, അതിപ്പോ ഇറാന്റെ ഉള്ളിൽ പോയാൽ തന്നെയും മൊസാദ് പോയി പണി കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവനെ തുറന്നു വിട്ടിട്ട് എന്തായാലും ഈ ഒരു സിസിലി സല എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവർ ഇന്നസെന്റ് ആണ്, കാരണം ഒരു കുറ്റവും ചെയ്യാതെ ഈ ഒരു ആളിനെ റിലീസ് ചെയ്യാനുള്ള ഒറ്റൊരു എയിം കൊണ്ട് മാത്രം ഇറാൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാണ്. ഇന്ത്യ നിർണായകമായിട്ടുള്ള ഒരു ടോക്ക് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാന്റെ ലീഡർ മുഖ്താറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായി. ദുബായിൽ വെച്ചിട്ടാണ് സംസാരിച്ചത്. വിക്രം മിസ്രി എന്ന് പറഞ്ഞ നമ്മളുടെ ഫോറിൻ മിനിസ്ട്രി റെപ്രസെന്റേറ്റീവുമായിട്ടാണ് സംസാരിച്ചത്. ആ സംസാരത്തിൽ നല്ല ഡെവലപ്മെന്റ്സ് ഉണ്ടായി. മറ്റുള്ള പല മേഖലകളിലെ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പല രീതിയിലുള്ള സംസാരങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഇതിൽ തന്നെയും അഫ്ഗാനിസ്ഥാൻ ഒരു കൺസേൺ എപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ഇന്ത്യ ഒഫീഷ്യലി അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിൽ എംബസി ഓപ്പൺ ചെയ്യണം എന്നാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ അതിൽ കൃത്യമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. കാരണം അവരുടെ താലിബാന്റെ ഒരു ഹിസ്റ്ററി തന്നെയാണ് അതിന്റെ കാരണം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ താലിബാൻ പോലത്തെ ഒരു സംഘടനയെടുത്ത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് എംബസി ഓപ്പൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ഇന്ത്യയുടെ ചില നിലപാടുകളുണ്ട്. ഇന്ത്യ സഹായിക്കും, പല കാര്യങ്ങൾക്കും ഇന്ത്യ സഹായിക്കും, പല രീതിയിലുള്ള സഹകരണങ്ങൾക്കും ഇന്ത്യ തയ്യാറാണ്. പക്ഷേ അതിലുപരിയായിട്ട് ഒരു എംബസി ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അഫ്ഗാനിസ്ഥാനിന് കുറച്ചും കൂടെ താലിബാൻ കുറെ മാറ്റങ്ങൾ, റെഫോർമേഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐഡിയോളജിയിൽ അങ്ങനെ ഒരു സംഭവം എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. മാൽഡീവ്സ് ഏതാണ്ട് നീണ്ട 8-9 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടെ നമ്മളുടെ ഡിഫൻസ് മേഖലയിലുള്ള സഹകരണം തുടങ്ങിയിരിക്കുകയാണ്. അത് വീണ്ടും ഇന്ത്യൻ എയർഫോഴ്സ് അതേപോലെ ഇന്ത്യയുടെ ആർമി അവിടെ വീണ്ടും മാൽഡീവ്സിലേക്ക് പോകണം എന്നുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് മാൽഡീവ്സ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ ഫോറിൻ മിനിസ്റ്ററുമായിട്ടുള്ള ഡിസ്കഷൻ ഇന്ന് നടന്നു. അപ്പൊ എന്തായാലും ആ ഒരു വിഷയത്തിൽ വീണ്ടും ഒരു തീരുമാനമായിരിക്കുകയാണ്. ഇന്ത്യ വീണ്ടും മാൽഡീവ്സിലേക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഡിസ്കഷനാണ് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നത്, ന്യൂഡൽഹിയിൽ. പക്ഷേ ഇതിന്റെ ഡിസിഷൻസ് ഒന്നും ഇതുവരെ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഡിസിഷൻ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ, ഇനി ഒരു പക്ഷേ 70 പേരോ 80 പേരോ ആണോ, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെ ഇന്ത്യ ഡിപ്ലോയ് ചെയ്യുവോ, ഇനി ഇതിന് മുമ്പുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഡോമിനേറ്റഡ് ആയിട്ട് പവർഫുൾ ആയിട്ട് ഇന്ത്യ അവിടെ പോകുന്നതായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ എന്തായാലും നമുക്കിത് കാത്തിരുന്ന് കാണാം ഇതിന്റെ ഡെവലപ്മെന്റ്സ് എന്താണെന്നുള്ളത്. അതുപോലെ ട്രംപ് അവസാനമായിട്ടൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഈ ബന്ദികളെ പിടിച്ചു വെച്ചിരിക്കുന്നത് 20-ാം തീയതി എന്റെ ഇനോഗ്രേഷന് മുമ്പ് നിങ്ങൾ ഈ ബന്ദികളെ വിട്ടിരിക്കണം. അത് എത്ര പേരില്ല എന്നുള്ളത് നമുക്കൊരു വിഷയമേ അല്ല. എത്ര പേര് നിങ്ങളുടെ കയ്യിലുണ്ടോ മൊത്തം നിങ്ങൾ വിട്ടിരിക്കണം എന്നാണ് ട്രംപ് അവസാനത്തെ ഒരു താക്കീതായിട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഹമാസ് അതിനെ വളരെ ലാഭകത്തോട്, വളരെ പുച്ഛത്തോട് തള്ളിക്കളയുന്ന അവസ്ഥയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറെ നാളുകൊണ്ട് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും 20-ാം തീയതി ട്രംപ് വന്ന് കസേരയിൽ ഇരിക്കുമ്പോഴും ഇവന്മാർ ഇതേ ഒരു ബിഹേവിയർ തന്നെ കീപ്പ് ചെയ്യുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് ഒരു തീരുമാനം ട്രംപ് എടുക്കാൻ പോകുന്നുള്ളത്. ട്രംപിന്റെ ഒരു പവർ നമുക്ക് അപ്പം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ അത് വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എവാലുവേറ്റ് ചെയ്യാൻ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.